പരിപാടി എന്താണെന്നറിയോ? മാനന്തവാടിയിലാണ്. ഞാൻ വീണ്ടും അവിടെ എത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് പോയിട്ട് സംഭവം അവിടെ മറന്നു വെച്ചു. മാനന്തവാടിയിൽ ഒരു റൂട്ട് മറന്നു വെച്ചു. അതായത് മാനന്തവാടി KSRTC നമ്മൾ തിരുനെല്ലി റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചു. പക്ഷേ അന്ന് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ഇന്ന് ഞാൻ മാനന്തവാടി KSRTCയിൽ വീണ്ടും വന്നു. ഇന്ന് ഇവിടുന്ന് KSRTC ഉണ്ടെങ്കിൽ തിരുനെല്ലി റൂട്ടൊന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഫോറസ്റ്റിലുള്ള യാത്ര. ഞാൻ പോയിട്ടില്ല. 25 കിലോമീറ്ററാണ് അവിടുന്ന്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മാനന്തവാടി KSRTC. ഇവിടെ ബസ് ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോയി കളയാം. ബസ്സുകൾ കുറേ നിൽക്കുന്നുണ്ട്. തിരുനെല്ലിയിലേക്കുള്ള വണ്ടി ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ചോദിക്കാം. പോയോ? ഇനിയിപ്പോൾ 9:15 9 പോയോ? ഇനിയിപ്പോൾ 10 മണിക്കുണ്ടോ? ഇപ്പോൾ 9:30 ബസ് പോയി. ഇപ്പോൾ 9:45. 10 മണിക്കൊരു ബസ് ഉണ്ടെന്ന് നോക്കാം. അനുവാ നമ്മുടെ ബസ് എത്തിയിട്ടാ. തിരുനെല്ലി ക്ഷേത്രം, അപ്പപ്പാറ. ഇതിന് കയറാം നമുക്ക്. അപ്പോൾ ഇതുമാണ് നമ്മൾ പോകേണ്ട ബസ്. തിരുനെല്ലി ക്ഷേത്രം, അപ്പപ്പാറ. അപ്പോൾ സുഹൃത്തുക്കളെ, ബസ് റെഡി, സീറ്റ് റെഡി, എല്ലാം റെഡി. അപ്പോൾ ഇന്ന് വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുന്ന് 25 കിലോമീറ്റർ കാട്ടിക്കുളം വഴിയാണ് പോണത്. കാട്ടിക്കുളം വരെ കാട്ടിക്കുളം വഴി തോൽപ്പെട്ടി പോകുന്ന റൂട്ട് നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കാട്ടിക്കുളത്തുനിന്ന് തിരിഞ്ഞ് മറ്റൊരു റൂട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. തിരുനെല്ലി ക്ഷേത്രമൊക്കെ ഉള്ള. അപ്പോൾ ആ റൂട്ടിന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതായിരിക്കും കാഴ്ചകൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ബസ് കിട്ടി കേട്ടോ. ഇത് തിരുനെല്ലി ക്ഷേത്രം, അപ്പപ്പാറ വഴി പോകുന്ന ബസ്. ഇതിന് പോകാം നമുക്ക്. ബസ് കിട്ടിപ്പോയി. സുഹൃത്തുക്കളെ, പുറപ്പെട്ടു. സമയം കൃത്യം 10 മണി. 9:00 ബസ് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബസ്സാണ് പോയത്. അപ്പോൾ 10 മണിക്ക് മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ബസ്സിനാണ് ഇപ്പോൾ നമ്മൾ പോണത്. കാലാവസ്ഥയൊക്കെ കുറച്ച് കാറ് മൂടിയ പോലെ ഉണ്ട്. മഴക്കാറ് മൂടിയ പോലെ ഉണ്ട്. ഡാർക്ക് സീനാണ്. എന്തായാലും പോവാം. ടിക്കറ്റ് എടുത്തിട്ടോ 37 രൂപയാണ് ടിക്കറ്റ്. മാനന്തവാടി ടു തിരുനെല്ലി 37 രൂപ. കാട്ടിക്കുളം ടൗണെത്തി. കാട്ടിക്കുളം ടൗണിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ബാവലി വരും. കർണാടക ബോർഡറാണ്. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്ന റൂട്ടിലും പോയി കഴിഞ്ഞാലും വീണ്ടും 2 റൂട്ട് വരും. ഒന്ന് വലത്തോട്ട് നേരെ, ഈ റോഡ് നേരെ പോകുന്നത് തോൽപ്പെട്ടി, കഴിഞ്ഞാൽ കുട്ട, ആ വഴിക്ക് അങ്ങനെ കർണാടകത്തിലേക്ക് പോകാം. നമ്മൾ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വനത്തിനുള്ളിൽ 12 കിലോമീറ്ററോളം പോയി തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. പോകുന്ന ഭാഗം മൊത്തം ഫോറസ്റ്റ് തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റിൻ്റെ അകത്തോടുള്ള യാത്രയാണ് ഇനി കാണാൻ പോകുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാനന്തവാടിയിൽ നിന്ന് തോൽപ്പെട്ടി എന്ന സ്ഥലത്തേക്ക് പോയത് അപ്പുറത്ത് പോകുന്ന റോട്ടിലാണ്. ഇവിടുന്ന് ഇടത്തോട്ടുള്ള റോട്ടിലാണ് നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോവുക. ഇവിടുന്ന് എത്ര കിലോമീറ്റർ നമ്മുടെ ക്ഷേത്രത്തിനോട്? 12 കിലോമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇനി ക്ഷേത്രത്തിന് അങ്ങോട്ട് 12 കിലോമീറ്റർ ഉണ്ട്. ഈ 12 കിലോമീറ്ററാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടില്ലാത്തത്. ഇന്ന് 12 കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ അകത്തുള്ള യാത്രയാണ്. ഇത് നമ്മുടെ പ്രധാന കണ്ടന്റ്. ക്ഷേത്രത്തിലേക്ക് ഇനി ഒരു 7 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ അപ്പപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുള്ളത്. ഈ ജംഗ്ഷനാണ് അപ്പപ്പാറ എന്ന് പറഞ്ഞത്. ഇവിടെ കുറച്ച് ഫാമിലികളൊക്കെ താമസിക്കുന്ന ഒരു ചെറിയ നാടാണ്.
അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ തിരുനെല്ലിയിലെത്തിട്ടോ. ബസ് ഇത് എവിടെ ഉണ്ട്, ഒരു അരമണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. ഞാൻ ഈ ബസ്സിന് തന്നെ തിരികെ പോകും. ഇപ്പം ഇവിടെ ഇതൊരു വില്ലേജ്, ഇവിടെ ജനങ്ങൾ താമസിക്കുന്നൊക്കെ സ്ഥലം കൂടെയാണ്. ഈ റോഡിനൊരു 300 മീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം തീർത്ഥാടകർ വരുന്നതാണ്, ഭക്തജനങ്ങൾ ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കർണാടക ബോർഡറൊക്കെ ഉണ്ട്. കർണാടകത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ഇതിന് വരും, ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി വരും. ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് പിതൃതർപ്പണത്തിൻ്റെ ഒരു ചടങ്ങാണ്. അതായത് മരണപ്പെട്ടു പോയവരുടെ പേരിൽ പാപമോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പൈതൃകമുള്ളൊരു ക്ഷേത്രമാണ്. അത് അതിൻ്റെ അകത്താണുള്ളത്. ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം ക്ഷേത്രമൊക്കെ ഒരുപാട് എക്സ്പ്ലോർഡാണ്, എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് അറിയണതും കൂടെയാണ്. ഞാൻ ഇങ്ങോട്ടേക്കുള്ള റൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അത് ബസ്സിന് വരിക എന്നുള്ളൊരു ഒറ്റതായിരുന്നു. അപ്പോൾ നമ്മളിനി ഈ ബസ്സിന് തന്നെ തിരികെ പോവാണ്. ക്ഷേത്രം ഈ മേൽഭാഗത്തിലേക്ക് നടന്നു പോകണം കുറച്ച് ദൂരം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെ എല്ലാവർക്കും കയറി സന്ദർശിക്കാൻ പറ്റില്ല, ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാത്തതാണ്. അപ്പോൾ ഒരുപാട് പൈതൃകങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിന് നമ്മൾ മാനിച്ച് നമ്മളങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഇവിടുന്ന് നമ്മളിനി യാത്ര വീണ്ടും തിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും ഉടനെ കാണാം. ഓക്കെ, ബൈ.